സദ്യ ഇല്ലാതെ ഒരു ഓണമില്ല, പായസമില്ലാതെ ഒരു ഓണസദ്യയുമില്ല. പായസത്തിലാണെങ്കിലോ പ്രഥമൻ തന്നെയാണ് കേമൻ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് മിക്സിലാണ് പായസം ഉണ്ടാക്കുന്നത് അല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ വളരെ ഒത്തൻറ്റിക് ആയിട്ട് നല്ല നാടൻ സ്റ്റൈലിലാണ് പായസം ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ഉരുളി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്, അതായത് അടുക്കി പിടിക്കാതിരിക്കും. ഓക്കെ, അതൊരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് പാൽ ഒഴിക്കുന്നതിന് മുമ്പ് ഒരു ഇത്തിരി വെള്ളം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കി പിടിക്കില്ല. അപ്പം ഇതിന് നമുക്ക് വേണ്ടുന്നത് അട, പാല് വേണം. സാധാരണ പാലട പ്രഥമനും പാൽപ്പായസത്തിലും അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒന്നും ഇടാറില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അതുകൊണ്ട് അതും പിന്നെ ഇവിടെ റെഡി. അല്പ രുചിക്ക് വേണ്ടി ഒരു മിൽക്ക് മെയ്ഡ് നമുക്ക് ഒരു സ്പൂൺ ചേർക്കാവുന്നതാണ്. ഒരു 2 സ്പൂൺ അട എടുക്കാം വേവിച്ചത്. നമുക്ക് 2 സ്പൂണിന് ഞാൻ 4 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച പാലാണേ, അതുകൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാല് തിളപ്പിച്ചിട്ട് അതിനകത്ത് അടയിട്ടാലും കുഴപ്പമില്ല. നമ്മളിനി നന്നായിട്ട് അടി ചേർത്ത് ഇളക്കണം. പാലും അടയും കൂടെ ചേരുമ്പോൾ തന്നെ അടയിൽ മധുരം കൂടെ അല്പം പിടിക്കാൻ വേണ്ടി നമ്മളിപ്പം പഞ്ചസാര നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കൊരു 1 സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചാലൊരു ഏലക്കയും പഞ്ചസാരയും ചെറിയൊരു മണത്തിന്. അപ്പോൾ നമ്മുടെ തിരുവോണ ദിനത്തിലെ പാലട പ്രഥമനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും മാതൃഭൂമിയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.